ഗുഡ് മോർണിംഗ്. നമ്മൾ വീണ്ടും ആറ്റം മോഡലിൻ്റെ അവസാനത്തെ ഒരു അൾട്ടിമേറ്റ് മോഡലുമായി നമ്മൾ വരികയാണ്. നമ്മൾ അനേകം മോഡൽ കണ്ടു. കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി ഹൃദയസ്ഥമാക്കിയെങ്കിൽ ഇന്നത്തെ കാര്യം നമുക്ക് വളരെ സിമ്പിളാണ്. കൂടുതലും ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ശരിക്കും പ്ലാങ്ക് ആണ് എനർജി ക്വാണ്ടൈസ്ഡ് ആണ്, അല്ലേ? എനർജി ഈച്ച് പാക്കറ്റ് ഓഫ് എനർജി മൂവ്സ് ഇൻ പാക്കറ്റ്സ് എന്ന് പറഞ്ഞ ആദ്യത്തെ ആൾ മാക്സ് പ്ലാങ്കാണ്. പ്ലാങ്ക്സ് ഇക്വേഷൻ നമ്മൾ കണ്ടു. ഇനി ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ക്വാണ്ടം കെമിസ്ട്രി എന്ന് പറയാം. ക്വാണ്ടം കെമിസ്ട്രിയുടെ ഒരു ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഒരു ഓസ്ട്രിയൻ യൂറോപ്യൻ സയൻറ്റിസ്റ്റ് ആയിരുന്ന ഷ്രോഡിഞ്ചർ. SCHRODINGER, ഷ്രോഡിഞ്ചർ. ക്വാണ്ടം മോഡലിൻ്റെ വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. കാരണം അവിടെ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല. അത് നിങ്ങൾ +2 ലെവലിൽ പഠിക്കുന്നുമില്ല. അതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിനെ ചുറ്റിപ്പറ്റിയുള്ള അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ എടുത്ത് നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ മൊത്തം പഠിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന പല മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സും നമുക്കറിയാമല്ല. എന്താ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്ലസ് കണ്ടാൽ നിങ്ങൾക്കറിയാം കൂട്ടാനാണെന്ന്, അല്ലേ? ഇൻറ്റു കണ്ടാൽ ഗുണിക്കാനാണെന്ന് അറിയാം. പക്ഷേ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചില ഫാക്ടേഴ്സ് നിങ്ങൾക്ക് അറിയാൻ മേല. നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു പേര് നിങ്ങൾ നന്ദിയോടെ ഓർത്തിരിക്കണം. ഷ്രോഡിഞ്ചർ എന്താണ് പറയണത്? ഷ്രോഡിഞ്ചറാണ് ഈ ബോറിനും റൂദർഫോർഡിനും ഒന്നും പറ്റാത്ത ഇലക്ട്രോണിൻ്റെ പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും രണ്ടും പരിഗണിച്ചു. പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും പരിഗണിച്ചിട്ട് വളരെ എഫിഷ്യൻ്റായ ഒരു രീതിയിൽ ആറ്റത്തിന് ചില മോഡലുകൾ സജസ്റ്റ് ചെയ്തു. ഹെയ്സൻബർഗിൻ്റെയും ഡി ബ്രോഗ്ലിസിൻ്റെയും കോൺസെപ്റ്റുകൾ പരിഗണിച്ചിട്ട് വേണ്ട റിപ്പറേഷൻസ് ഒക്കെ നടത്തി. എന്താണ് ഷ്രോഡിഞ്ചർ പറയുന്നത് നോക്കാം. കൺസിഡറിങ് ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ ഓഫ് മാറ്റർ എന്ന് വെച്ചാൽ ഡ്യുവൽ നേച്ചർ, ഷ്രോഡിഞ്ചർ സജസ്റ്റഡ് ആൻ ഇക്വേഷൻ ഫോർ എ സിസ്റ്റം ലൈക്ക് ആറ്റം. ആ ഇക്വേഷൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ അത് തന്നെയാണ്. H(psi) = E(psi). ആ എച്ചിൻ്റെ മുകളിൽ നിങ്ങളൊരു ക്യാപ്പ് കാണും. എച്ച് ക്യാപ്പ് എന്നൊക്കെ ഏതാ ഞാൻ പറഞ്ഞത്? ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ, അതിൻ്റെ പേര് ഹാമിൽട്ടോണിയൻ എന്നാണ്. നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട. നമ്മൾ പ്ലസ് പോലത്തെ, ഇൻറ്റു പോലെ, ബ്രാക്കറ്റ് പോലത്തെ ഒരു ഫംഗ്ഷനാണ്. അത് നമുക്കറിയാൻ മേല, നിങ്ങൾക്ക് പറയാൻ മേല. അപ്പോൾ ഇതിൻ്റെ പേര് ഹാമിൽട്ടോണിയൻ എന്നാണ്. ഇപ്പോൾ എച്ച് ക്യാപ്പ് എന്ന് എളുപ്പത്തിൽ വിളിക്കും. സോ H(psi) = E(psi) എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ലൈക്ക് ആറ്റം പോലെ ഒരു സിസ്റ്റത്തിന് ഷ്രോഡിഞ്ചർ കൊടുത്താൽ, അപ്പോൾ ഇതെന്തൊക്കെ പരിഗണിച്ചിട്ടുണ്ട്? അതിൻ്റെ അകത്തെ വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും പരിഗണിച്ച് ഷ്രോഡിഞ്ചർ സജസ്റ്റ് ചെയ്ത ഇക്വേഷനാണ് H(psi) = E(psi). കണ്ടോ? ആ ഇക്വേഷൻ എന്തെന്ന് മാത്രം ചിലപ്പോൾ ചോദിക്കാം. എ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ കോൾഡ് ഹാമിൽട്ടോണിയൻ. എന്താണ്? ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എഴുതിയപ്പോൾ ഓർക്കുന്നുണ്ടോ? യെസ്, അതിനകത്ത് M ഇല്ലേ? അപ്പോൾ ഈ എന്നതിൻ്റെ അകത്ത് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. എനർജി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ M വേണം. ഇനി എന്താ psi എന്ന് നോക്കിക്കേ. psi ഈസ് ദ വേവ് ഫംഗ്ഷൻ. എന്താണ് വേവ് ഫംഗ്ഷൻ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്. അതായത് ഇലക്ട്രോൺ ഒരു വേവ് സ്റ്റൈലിൽ പോയാൽ, എന്താ വേവ് ഇങ്ങനെ പോകുമ്പോൾ ആ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, നിങ്ങൾക്കറിയാലോ സ്കൂളിൽ ആംപ്ലിറ്റ്യൂഡ്, ഈ ആംപ്ലിറ്റ്യൂഡാണ് വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ഓഫ് ആറ്റം എന്നൊക്കെ ചോദിച്ചാൽ H(psi) = E(psi) ആണ്. അതിൽ എച്ച് ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ഹാമിൽട്ടോണിയൻ ആണ്. psi എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷനാണ്. ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ പഠിക്കുന്നത് കൂടുതലും. അതിലേക്ക് നമ്മൾ അധികം കിടക്കുന്നില്ല. ഇത് ക്വാണ്ടം മെക്കാനിക്കൽ തിയറി നിങ്ങൾക്ക് അധികം പഠിക്കാൻ, അതിൻ്റെ അകത്ത് നിന്ന് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ സിലബസ്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അത് വെച്ച് നിങ്ങൾ പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ കണ്ടു psi ആൻഡ് psi² ഫങ്ഷൻസ്. അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചോദിക്കാം എന്താണ് psi ആൻഡ് psi². നമ്മളൊരു പുതിയ കോൺസെപ്റ്റിലേക്ക് കിടക്കുകയാണ്. അപ്പം ഇത് കംപ്ലീറ്റ് മാത്തമാറ്റിക്കലായ ആപ്ലിക്കേഷൻ ആണെങ്കിലും ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റാണ് പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ തിയറി പഠിക്കുമ്പോൾ, ക്വാണ്ടം മെക്കാനിക്കൽ തിയറി പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട 2 ടേമാണ് psi ആൻഡ് psi². എന്താണ് psi? നമ്മളിപ്പോൾ കണ്ടു. psi ഈസ് കോൾഡ് ദ വേവ് ഫംഗ്ഷൻ. അത് ഓർത്തിരിക്കണം. വേവ് ഫംഗ്ഷൻ വിച്ച് വിൽ പ്രിഡിക്റ്റ് ദ
ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ പറയുന്ന ഇലക്ട്രോൺ വേവ് നേച്ചറിൽ ചലിച്ചാൽ ആ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് വേവ് ഫംഗ്ഷൻ. ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. അത് നമുക്ക് പ്രധാനപ്പെട്ട വാല്യൂ ഒന്നും തരുന്നില്ല, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് തരുന്നതേ ഉള്ളൂ. എന്നാൽ വളരെ ഒരു പ്രധാനപ്പെട്ട പുലിയാണ് ഈ സൈ സ്ക്വയർ. ഈ സൈ സ്ക്വയർ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, കെമിസ്ട്രി അല്ലെങ്കിൽ സയൻസ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് പ്രോബബിലിറ്റി, സാധ്യത. അപ്പോൾ സൈ സ്ക്വയർ ഫംഗ്ഷൻ്റെ പേരാണ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ. അപ്പോൾ സൈ ഉണ്ടെങ്കിലേ നമുക്ക് സൈ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സൈയുടെ പേര് വേവ് ഫംഗ്ഷൻ, സൈ സ്ക്വയറിൻ്റെ പേര് പ്രോബബിലിറ്റി ഫംഗ്ഷൻ, വിച്ച് വിൽ പ്രെഡിക്റ്റ് ദ പ്രോബബിൾ റീജിയൻ അറൗണ്ട് ദ ന്യൂക്ലിയസ് ടു ഫൈൻഡ് ആൻ ഇലക്ട്രോൺ. നോക്കിക്കേ, ഒരു ഇലക്ട്രോണിനെ ന്യൂക്ലിയസിന് ചുറ്റും കാണാൻ സാധ്യത ഉള്ള സ്ഥലത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ് പ്രോബബിലിറ്റി സൈ സ്ക്വയർ. അതാണ് നിങ്ങളിനി പഠിക്കാൻ പോകുന്ന ഓർബിറ്റൽ. ശ്രദ്ധിക്കണം, ബോർ തിയറിയിൽ നമ്മൾ പഠിച്ച പേരെന്താണ്? ഓർബിറ്റ്, ഷെല്ല്. എന്നാൽ ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഡ്യൂവൽ നേച്ചർ പ്രെഡിക്റ്റ് ചെയ്ത ഡി ബ്രോഗ്ലിസ് കോൺസെപ്റ്റും പറഞ്ഞു എക്സാക്ട് പൊസിഷനൊന്നും പറയാൻ പറ്റിയല്ല. നിനക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? ഒരു സാധ്യത ഉള്ള ഏരിയയെ പറയാൻ പറ്റുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണത്തെ ഒന്നും കൂടെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കോ. അപ്പോൾ എന്നോട് വന്ന് ചോദിക്കുകയാണ് കൊച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ, അവൻ ഗ്രൗണ്ടിൽ എവിടെയോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിടികിട്ടിയോ? ഐ ക്യാൻ പ്രെഡിക്റ്റ് ഓൺലി ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് അല്ലെങ്കിൽ ആ കൊച്ചിനെ ഈ സ്കൂൾ കോമ്പൗണ്ടിൽ എവിടെ തപ്പണം എന്നതിനെക്കുറിച്ച് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പേരാണ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ. നോക്കിക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിറ്റിക്കൽ ആസ്പെക്റ്റാണ് സൈ സ്ക്വയറും സൈയും. അപ്പോൾ സൈ വേവ് ഫംഗ്ഷൻ, സൈ സ്ക്വയർ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. പ്രോബബിലിറ്റി ഫംഗ്ഷനിൽ നിന്നാണ് നമ്മൾ എങ്ങോട്ട് വരുന്നത്? ഓർബിറ്റലിൻ്റെ ഷേപ്പൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി നോക്കാം, വാട്ട് ആർ ദ ഇമ്മീഡിയറ്റ് കോൺസിക്വൻസസ് ഓഫ് ക്വാണ്ടം തിയറി. അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്? According to Heisenberg's uncertainty principle, we cannot precisely predict the position and momentum of a moving electron. നമ്മൾ പറഞ്ഞു, we can only predict the probability of finding an electron around the nucleus. പറഞ്ഞല്ലോ, അതാണ് ഈ നമ്മൾ പറഞ്ഞ രണ്ട് തിയറിയുടെ പ്രത്യേകത. എന്താണ്? എക്സാക്ട് പൊസിഷൻ, ഓർബിറ്റ് പോലെ ഇറങ്ങി നിന്നാൽ, നമ്മൾക്കൊരു വഴിയിലേക്ക് ഇറങ്ങി നിന്നാൽ ബസ് കിട്ടുമെന്ന് പറയുന്നത് പോലെ ഒരു ഓർബിറ്റിൽ ഇറങ്ങി നിന്നാൽ ഇലക്ട്രോണിനെ കാണാമെന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഈ തിയറി പറയുന്നു അങ്ങനെ ഒരു സ്പേസ് അല്ല. ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു 3 ഡൈമെൻഷണൽ സ്പേസ് അല്ല. മുകളിൽ കൂടെയോ റോഡിലോ ഒന്നും മാത്രമല്ല, എവിടെയും കാണാം. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ, അതാണ് വി ക്യാൻ പ്രെഡിക്റ്റ് ഓൺലി ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ്. അതിൻ്റെ പേരാണ് ഓർബിറ്റലിലേക്ക് നമ്മൾ വരും. അപ്പോൾ നമ്മൾ ബോർ തിയറി പറഞ്ഞ ഓർബിറ്റും ക്വാണ്ടം മെക്കാനിക്കൽ തിയറി പറയുന്ന ഓർബിറ്റിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ 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 ഇമ്പോർട്ടൻറ്റ് കുഞ്ഞു കാര്യമുള്ളൂ. ഓർബിറ്റൽ നോക്കിക്കേ, ശ്രദ്ധയോടെ ഇരിക്കണം. ഓർബിറ്റ് നമുക്കറിയാം എന്താണ്. ബോർ തിയറി പറഞ്ഞ ഓർബിറ്റ് എന്നാണ്? ഇറ്റ് ഈസ് ദ ഫിക്സ്ഡ് പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ് വെയർ വൺ ക്യാൻ സർട്ടൻലി ഫൈൻഡ് ആൻ ഇലക്ട്രോൺ. പിടികിട്ടിയോ? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്ന ഫിക്സ്ഡ് പാത്തിൻ്റെ പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. എന്നാൽ ഓർബിറ്റലോ, ഇറ്റ് ഈസ് ദ റീജിയൻ അറൗണ്ട് ദ ന്യൂക്ലിയസ് വെയർ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഈസ് മാക്സിമം. ഇറ്റ് ഈസ് ദ റീജിയൻ, ഒരു ഏരിയയാണ്. ഇതൊരു പാത്താണെങ്കിൽ ഇതൊരു ഏരിയ അറൗണ്ട് ദ ന്യൂക്ലിയസ്. അത് പന്ത് പോലെയാണ്. പന്തിൻ്റെ അകം ന്യൂക്ലിയസ് ആണെങ്കിൽ ചുറ്റും എവിടെയൊക്കെയോ ഉണ്ട്. മറ്റേത് അങ്ങനെയല്ല, ഒരു ലൈനാണ്. പിടികിട്ടിയോ? അപ്പോൾ ഇത് ഫിക്സ്ഡ് പാത്താണ്, ഇതൊരു ഏരിയയാണ്. 2, ഇറ്റ് ഈസ് 2 ഡിമെൻഷനല്ല. പിടികിട്ടിയോ? അതായത് ഒരു വള നിങ്ങൾ ഊരി സങ്കല്പിക്കുക. ആ വളയിൽ വെച്ചിരിക്കുന്ന ഒരു മാർക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ എന്ത് വേണം? 2 ഡിമെൻഷൻ വേണം, എക്സും വൈയും. അത് 2 ഡിമെൻഷനല്ല. എന്നാലോ ഇറ്റ് ഈസ് 3 ഡിമെൻഷനല്ല. ഒരു ബോളിൻ്റെ മുകളിൽ നിങ്ങൾ കാറ്റടിക്കുന്ന ആ നോസിലില്ലേ, അതിനെ നിങ്ങൾ അവിടെയാണ് ഇലക്ട്രോൺ ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എത്ര എണ്ണം വേണം? 3 ആക്സിസ് വേണ്ടേ? എക്സും വൈയും ഇസഡും വേണം. ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് രണ്ടാമത്തെ ഡിഫറൻസ്. 3, ഓൾ ദ ഓർബിറ്റ്സ് ഹാവ് സർക്കുലർ ഷേപ്പ്. എല്ലാ ഓർബിറ്റിനും ഒരേ ഷേപ്പാണ്, വളയം. എന്നാലോ നമ്മളിപ്പോൾ തന്നെ പഠിക്കും, ഡിഫറൻറ്റ് ഓർബിറ്റൽസ് ഹാവ് ഡിഫറൻറ്റ് ഷേപ്സ്. പല ഓർബിറ്റലുകൾക്കും നിങ്ങൾ ഈ ഓർബിറ്റൽ എന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾ സ്കൂളിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരെ പഠിച്ചവരാ. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിങ്ങളിങ്ങനെ എഴുതിയിട്ടുണ്ട്,
all orbits have different orbitals have different shapes. അല്ലേ, എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ ഡിഫറൻറ്റ് ഷേപ്പാണ്. നിങ്ങൾ സ്കൂളിലെ എസ് പി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. എസിൻ്റെ ഷേപ്പല്ല പിയുടേത്. ഡിഫറൻറ്റ് ഓർബിറ്റൽസിന് ഡിഫറൻറ്റ് ഷേപ്പാണ്. ഇനി ഇറ്റ് ഡസ് നോട്ട് എഗ്രി വിത്ത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, എന്നാലോ ഇറ്റ് എഗ്രീസ് വിത്ത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇനി ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ഓർബിറ്റിന് ഡിറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ല, എന്നാൽ ഓർബിറ്റൽസിന് ഡിറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എക്സ് ഓർബിറ്റൽ ഇത് നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കുമ്പോൾ ഞാനിത് പറഞ്ഞോളാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അഞ്ചാമത്തെ കടന്നോട്ടെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായിക്കോളും. അപ്പോൾ ഒരു 3-4 എണ്ണമെങ്കിലും ഓർത്തിരിക്കുക. നിങ്ങൾ ചോദിക്കാം, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽസ്. ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഈസ് ക്വാണ്ടൈസ്ഡ്. ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഈസ് ക്വാണ്ടൈസ്ഡ്. നമ്മൾ പറഞ്ഞതിനെ ഈ ക്വാണ്ടം മെക്കാനിക്കൽ ഇതൊരു തിയറി ആണെങ്കിലും അതിൻ്റെ അപ്രോച്ചിലെ വ്യത്യാസമാണ്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പറയുകയാണ് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ഇൻ ആൻ ആറ്റം ഈസ് ക്വാണ്ടൈസ്ഡ്. നമ്മൾ പ്ലാങ്ക്സ് തിയറി പറഞ്ഞത് തന്നെ, അത് കണ്ടിന്യൂസ് അല്ല, നിശ്ചിത ക്വാണ്ടിറ്റിയിലുണ്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡ്യൂവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ കൺസിഡേർഡ് ബൈ ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അദ്ദേഹം സജസ്റ്റ് ചെയ്ത ഡ്യൂവൽ നേച്ചർ വഴി കണ്ടെത്തിയതാണ് ഈ എനർജി. 3, ദി എക്സാക്ട് പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ കനോട്ട് ബി സിമൾട്ടേനിയസ്ലി ഡിറ്റർമിൻഡ്. ഹൈസൻബർഗിൻ്റെ കാര്യം. 4, വി ക്യാൻ പ്രെഡിക്റ്റ് ഓൺലി ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എൻ ഇലക്ട്രോൺ. എക്സാക്ട് പൊസിഷൻ അല്ല, പ്രോബബിലിറ്റി, ഇലക്ട്രോണിനെ കാണാൻ സാധ്യത കൂടിയ സ്ഥലമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 5, psi and psi square functions are wave and probability functions from which the size and shape of orbitals are defined. നമ്മൾ അതിലേക്ക് വരാൻ പോവുക. അപ്പോൾ നിങ്ങൾ നോട്ടിന് വേണ്ടിയിട്ട് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് നമ്മൾ പഠന കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് ഓർത്തിരിക്കണം. ക്ലാസ് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.